AIYF പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഷാഹിന മണ്ണാർക്കാടിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഭർത്താവ് രംഗത്ത്. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കൈതച്ചിറയുടെ ഭീഷണിയെ തുടർന്നാണ് ഷാഹിന മരിച്ചതെന്നാണ് പരാതി. CPI നേതാക്കളെ വിവരമറിയിച്ചിട്ടും പ്രശ്നത്തിൽ ഇടപെട്ടില്ലെന്നും ഷാഹിനയുടെ ഭർത്താവ് മുഹമ്മദ് സാദിഖ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. സുരേഷ് കൈതച്ചിറയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായ തീരുമാനമാണ്. കാരണം അതിൻ്റെ തൊട്ടു മുമ്പ് വരെ എൻ്റെ മകനെ ഞാൻ വിളിച്ചപ്പോൾ ഭാര്യ സുരേഷുമായി സംസാരിച്ചിരിക്കുകയും അങ്ങനെ വളരെ വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി ഈ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്ന് എൻ്റെ മോൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്തോ അവൻ്റെ കയ്യിലുള്ള ഒരു എവിഡൻസ് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യായിരുന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ചോദിച്ചിരുന്നു വരാനാകുന്നതിന് മുമ്പ്. അപ്പം ഞാൻ മകന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഇടയ്ക്ക് ഭാര്യ പറയാറുണ്ട്, എന്നോട് ഫേസ് ടു ഫേസ് അല്ലാതെ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാൽ ഒന്നും വിശ്വസിക്കരുതെന്ന്. അപ്പോൾ അത്രക്കും വലിയൊരു എവിഡൻസ് കാട്ടി ഇവൻ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായ കാര്യം തന്നെയാണ്. പലപ്പോഴും ഇങ്ങനെ ഭാര്യയെ വിളിച്ച് ടോർച്ചർ ചെയ്യുകയും അവളിൽ നിന്ന് പണം ആവശ്യപ്പെടുന്നതായിട്ടും അവർ കഴിയുന്നതായിട്ടൊക്കെ മകൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വാങ്ങിച്ച ഫോണുകളൊക്കെ ഇതിൻ്റെ ഒരു ദേഷ്യത്തിൻ്റെ മുകളിൽ അവിടെ നിന്ന് ഭാര്യ എറിഞ്ഞു പൊട്ടിക്കുന്നതായിട്ട് മകൻ പരാതി പറഞ്ഞിരുന്നു. CPIയിലെ ഇവിടെയുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ ഞാൻ വിളിച്ച് പരാതിയിരുന്നു. അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറിയുടെ അടുത്തുണ്ടായ സമയത്ത് ഞാൻ അവിടേക്ക് വിളിക്കുകയും അവർ അവിടെ നിന്ന് ഈ വിഷയം ധരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ ഇടപെടാം, കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറയാമെന്നല്ലാതെ കൂടുതലൊരു ഇടപെടൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു ഈ ഒരു മരണം. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എന്തിനാണ് ഈ സുരേഷ് ഷാഹിനയെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്നായിരുന്നു ഷാഹിനയുടെ മരണമുണ്ടായത്? ഇതിപ്പോൾ നേതാക്കളെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് നേതൃതലത്തിൽ ഒരു ഇടപെടൽ വിഷയത്തിൽ ഉണ്ടാകാതിരുന്നത്? സൈഫുദ്ദീൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഷാഹിന മണ്ണാർക്കാട് എന്ന വളരെ AIYFൽ സജീവമായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ വീഴ്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇവരുടെ മരണം എന്തിനാണ് എന്നത് സംബന്ധിച്ച് അപ്പോൾ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഷാഹിനയുടെ ഭർത്താവ് സാദിഖ് അവരുടെ നാടായ മണ്ണാർക്കാട് തിരിച്ചെത്തിയ ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഈ സുരേഷ് കൈതച്ചിറ എന്ന AIYFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഈ ഷാഹിനയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ സംഘടനയിൽ വന്ന ശേഷം ഇവർ ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. ഈ ബിസിനസിന്റെ പേരിൽ പലപ്പോഴും ഈ പണം വാങ്ങുകയും പല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മരിക്കുന്നതിന് തൊട്ട് മുൻപ്, അല്പസമയം മുൻപ് ഈ സുരേഷുമായി ഫോണിൽ തർക്കിക്കുന്നത് ഈ ഭർത്താവ് പറയുന്നത് പ്രകാരം മകൻ കേട്ടിരുന്നു എന്നുള്ളതാണ്. ഈ രീതിയിലുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. നമ്മൾ സുരേഷ് കൈതച്ചിറ എന്ന ആരോപണ വിധേയനായ AIYF നേതാവിനെ വിളിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ്, തങ്ങൾ ഈ പങ്കാളിത്ത ബിസിനസ് നടത്തുന്നുണ്ട്, പക്ഷെ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പരസ്യപ്രതികരണത്തിന് ഇല്ല എന്നും അദ്ദേഹം പറയുന്നു. സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ തന്നെ CPI നേതാക്കളെ, പ്രാദേശിക നേതാക്കളെയും ഒരു തവണ ജില്ലാ സെക്രട്ടറിയുമായും ഈ വിവരം സംസാരിച്ചിരുന്നെങ്കിലും ആരും കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഈ ഷാഹിനയുടെ ഭർത്താവ് പറയുന്നുണ്ട്. സൈഫുദ്ദീൻ, ഇതിലിപ്പോൾ സുരേഷ്, സാജിദ് വിളിച്ചപ്പോൾ സുരേഷ് എല്ലാം നിഷേധിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എന്തിന് ഷാഹിൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരണമല്ലോ. അപ്പം ഈ നേതാക്കൾ CPIയുടെ സുരേഷ് പറയുന്നതിനപ്പുറത്തേക്ക് ഭർത്താവ് ഈ മരണത്തിന് കാരണമായി എന്തെല്ലാം കാര്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും ഷാഹിനയുടെ മരണം സംബന്ധിച്ച് എല്ലാവർക്കും വലിയൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ മരിക്കുന്നതിന് കുറച്ച് സമയം മുൻപ് വരെ അവർ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. AIYFന്റെ സംഘടന ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ അതിന്റെ തലേ ദിവസം വൈകുന്നേരം വരെ വളരെ സജീവമായി പാർട്ടി ഓഫീസിൽ ഉണ്ടായിരുന്നു. എന്തിനു മരിച്ചു എന്നത് സംബന്ധിച്ച് വലിയ ദുരൂഹത ഉണ്ടായിരുന്നു. ഇത് ആത്മഹത്യയാണ് എന്നുള്ളതിലേക്ക് പോലീസ് ഏതാണ്ട് അത് തന്നെയാണ് ഉറപ്പിക്കുന്നത്. പക്ഷേ ഈ ഷാഹിനയുടെ ഭർത്താവ് സാദിഖ് പറയുന്നത് നിരന്തരമായി സുരേഷ് ഈ കച്ചവടത്തിന്റെ പേരിൽ കൂടുതൽ പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇവർ ഒരു ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന ഒരു സ്ഥാപനമായിരുന്നു നടത്തിയിരുന്നത്. ഇതിന്റെ പേരിൽ പലപ്പോഴും ഈ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നും ഈ പണം നൽകാതിരിക്കുമ്പോൾ ഭീഷണിപ്പെടുത്താറുണ്ട്. ഈ ഷാഹിന ഭർത്താവായ സാദിഖിനോട് ഈ ബിസിനസ്സിലേക്ക് പണം മുടക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സാദിഖും ഷാഹിനയും തമ്മിൽ ചില ഈ പ്രശ്നങ്ങൾ, ഈ സാമ്പത്തിക ഇടപാട്, ഈ നിരന്തരം സുരേഷിന് പണം നൽകരുത് എന്ന് സാദിഖ് പറഞ്ഞതുമായി ഒരു വിഷയമുണ്ടായി.
ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ സാദിഖ് എന്തായാലും പറയുന്നത്. എന്നാൽ ഈ സുരേഷ് ആകട്ടെ ഇതെല്ലാം തന്നെ നിഷേധിക്കുന്നു. തങ്ങൾ ഒരു മികച്ച സഖാക്കൾ എന്ന നിലയ്ക്കുള്ള ബന്ധമാണുള്ളത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനായാണ് അവർക്ക് ഈ കച്ചവടത്തിൽ പങ്കാളിയാക്കിയത്. അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. താൻ പണം തട്ടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഷാഹിന ഉപയോഗിച്ചിരുന്ന ഫോണാണ്. ഈ ഫോണ് പോലീസ് മരിച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്തും. ഈ സുരേഷും ഷാഹിനയും തമ്മിലുള്ള ഫോൺ വിളികൾ, ഇവർ തമ്മിൽ ഈ വാട്സപ്പ് വഴി എന്തെല്ലാം കാര്യങ്ങളാണ് ആശയവിനിമയം നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. അത്തരം കാര്യങ്ങളാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. തീർച്ചയായും എന്തായാലും ഷാഹിനയുടെ മരണത്തിൽ സുരേഷിന് എന്ത് പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. പോലീസ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. എന്തായാലും CPI നേതാക്കളെ വിഷയത്തിൽ വിളിച്ചിരുന്നു ഒരു പ്രതികരണത്തിന് വേണ്ടി, പക്ഷേ ആരെയും കിട്ടിയില്ല. സാജിദ് അജ്മലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി